ഹലോ യൂട്യൂബ്. ഇന്ന് നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത് ബജാജിൻ്റെ ഡോമിനാർ 250 ആണ്. ഇപ്പോൾ എൻ്റെ മുന്നിലുള്ളത് ഒരെണ്ണം ഡോമിനാർ 400ഉം മറ്റൊന്ന് ഡോമിനാർ 250 ആണ്. ഇതിൻ്റെ ഉള്ളിൽ ഏതാണ് ഡോമിനാർ 250 എന്ന് ഒട്ടും മനസ്സിലാക്കാൻ പറ്റില്ല. കാരണം ഒരേ ബോഡി കിറ്റാണ് ഈ രണ്ട് മോഡലിലും ഉള്ളത്. ഞാനിപ്പോൾ അങ്കമാലിയിലെ കരിയാമ്പർമ റോഡിൻ്റെ സൈഡിലുള്ള ബജാജ് ഷോറൂമിലാണ്. ഡോമിനാർ 250 ഡീറ്റെയിൽ ആയിട്ടൊന്ന് റിവ്യൂ ചെയ്യാനും ടെസ്റ്റ് ഡ്രൈവിനുമായിട്ട് എനിക്ക് വണ്ടി തന്നേക്കുന്നത് JKB ബജാജ് ഷോറൂമാണ്. ഇപ്പോൾ എൻ്റെ മുന്നിലുള്ളത് ഡോമിനാർ 400ഉം ഡോമിനാർ 250 ആണ്. ഈ രണ്ട് വണ്ടിയിലും ആകെ വ്യത്യാസമുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ D250ഉം D400ഉം എന്നുള്ള ആ സിമ്പിൾ മാത്രമാണ്. ഡോമിനാർ 250ൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് ആ വണ്ടിയുടെ സൗണ്ടാണ്. ഡോമിനാർ 400 എന്ന് വെച്ചാൽ വളരെ അഗ്രസീവ് സൗണ്ടായിരുന്നു. അതും വെച്ച് നോക്കിയാൽ ഡോമിനാർ 250യുടെ വളരെ റിഫൈൻഡും വളരെ സ്മൂത്ത് സൗണ്ടുമാണ്. ഇപ്പോൾ നമ്മൾ കേട്ടത് വണ്ടിയുടെ സ്മൂത്തായിട്ടുള്ള സൗണ്ടാണ്. ഇപ്പോൾ മാക്സിമം കൈ കൊടുത്തു കഴിഞ്ഞാൽ എങ്ങനെ ഇരിക്കും നോക്കാം. ഈ വണ്ടിയുടെ ചെറുതായിട്ടെങ്കിലും ഒരു ഡ്രോബാക്ക് എന്ന് തോന്നിയത് വെച്ചാൽ ഇതിൻ്റെ റിയർ വീലാണ്. വണ്ടി വെച്ച് നോക്കിക്കഴിഞ്ഞാൽ റിയർ വീല് ഇത്തിരി ചെറുതാണ്. അതൊരു വലിയൊരു പ്രശ്നമുള്ള കാര്യമല്ല. കാരണം ഈ ടയർ തേഞ്ഞ് തീർന്ന തൊട്ട് വലിയ സൈസിലേക്ക് നമുക്ക് അപ്ഗ്രേഡ് ചെയ്തിട്ട് ആ വീൽ സൈസ് നമുക്കൊന്ന് മെയിൻറ്റെയിൻ ചെയ്ത് വണ്ടിയായിട്ട് ചേരുന്നൊരെണ്ണം ഫിറ്റ് ചെയ്യാവുന്നതാണ്. ഈ വണ്ടിയുടെ പവർ ഡെലിവറി എന്ന് പറയുന്നത് ഒരു രക്ഷയില്ലാത്ത പവർ ഡെലിവറിയാണ്. ഡോമിനാർ 400 വെച്ച് കമ്പയർ ചെയ്യരുത്. ഒരു 250 സെഗ്മെൻറ്റ് വണ്ടിയിൽ ഒട്ടും മോശമില്ലാത്തൊരു നല്ലൊരു പവർ ഡെലിവറിയാണ് ഈ വണ്ടി എന്നുള്ളത്. ഈ വണ്ടിക്കുള്ളത് ഡ്യുവൽ ചാനൽ ABS ആണ്. അപ്പോൾ ഈ റോഡ് കാണുമ്പോൾ തന്നെ അറിയാം ഇത്തിരി പൊടി പിടിച്ച് ചരലുള്ള റോഡാണ്. അപ്പോൾ ABS ഇല്ലാത്തൊരു വണ്ടിയാണ് സഡൻ ബ്രേക്ക് ഇവിടെ ഈ റോഡിൽ ചെയ്യണമെങ്കിൽ എന്തായാലും തെന്നിപ്പോകും. അപ്പോൾ ഒരു ABS ടെസ്റ്റിംഗ് ആണ് ഇപ്പോൾ നമ്മൾ ചെയ്യാൻ പോകുന്നത്. എന്തായാലും മഴയത്ത് ഫ്രണ്ട് ബ്രേക്ക് എന്തായാലും ചതിക്കൂല എന്ന് ഉറപ്പായി. ആകെ ബാക്ക് ടയറിൻ്റെ ഒരു സീനുള്ളൂ. അത് തൊട്ട് വലിയ സൈസുള്ള ടയറിലേക്ക് അപ്ഗ്രേഡ് ചെയ്താൽ മാറാവുന്നൊരു സീനുള്ളൂ. ഇതിൻ്റെ റൈഡർ സീറ്റ് ഡോമിനാർ 400 പോലെ തന്നെ വളരെ കംഫർട്ടബിളാണ്. പക്ഷേ പില്യൺ സീറ്റ് അത്രയ്ക്കും കംഫർട്ടബിൾ അല്ല. എന്നാലും വലിയ മോശമില്ലാതെ ഇരിക്കാവുന്നതാണ്. ഈ വണ്ടിയുടെ സസ്പെൻഷൻ ഡോമിനാർ 400-നേക്കാളും വളരെ സോഫ്റ്റാണ്. കുറച്ചും കൂടി എളുപ്പത്തിൽ ഹമ്പ് ചാടി പോവുകയും ചെയ്യാം. ആ റൈഡറിന് അത്രയ്ക്കും ഫീൽ പോലും ചെയ്യൂല. ചെറിയ ചെറിയ ഓഫ് റോഡിങ് പോകുന്നതും വലിയ പ്രശ്നമില്ലാതെ ഈ വണ്ടിക്ക് ഹാൻഡിൽ ചെയ്യാവുന്ന കാര്യമാണ്. ഇനിയുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ സിറ്റി റോഡിൽ കൂടെ എങ്ങനെ പോകുന്നതാണ്. സിറ്റി റോഡിൽ കൂടെ ഒരു സീനുമില്ലാതെ വളരെ സ്മൂത്തായിട്ട് തന്നെ ഈ വണ്ടി പോകാവുന്നതാണ്. ചിലവർക്ക് വേണമെങ്കിൽ ഇപ്പോൾ ഡോമിനാർ 400 തന്നെ അത്രയ്ക്കും ഹെവിയാണ് ഈ വണ്ടി. അപ്പോൾ ചിലവർക്ക് ആ വണ്ടിയുടെ വെയിറ്റ് ചെറുതായിട്ടൊരു ബുദ്ധിമുട്ട് തോന്നാം. പക്ഷേ ഓടിച്ച് തുടങ്ങിക്കഴിഞ്ഞാൽ പിന്നെ സീനില്ല. ഈ ഇടയ്ക്ക് തള്ളിക്കൊണ്ടുപോകുമ്പോഴേക്കും കുറച്ച് ബുദ്ധിമുട്ട് തോന്നാൻ ചാൻസ് ഉണ്ട്. ഡോമിനാർ 400 പോലെ ഒരു ടൂറിംഗ് വെഹിക്കിളല്ലത്. എന്നാലും സീറ്റിംഗ് പൊസിഷൻ വളരെ കംഫർട്ടബിൾ ആയതുകൊണ്ട് തന്നെ ടൂറ് പോകുന്നതിന് വലിയ ബുദ്ധിമുട്ടൊന്നും ഉണ്ടാവില്ല. വലിയ വലിയ കയറ്റങ്ങൾ വരുമ്പോൾ ഡോമിനാർ 400 അത്രയ്ക്കും പവർ കിട്ടും എന്ന് പ്രതീക്ഷിക്കരുത്. ഈ വണ്ടിയുടെ ആവറേജ് മൈലേജ് എന്ന് പറയുന്നത് 35 km/L ആണ്. ഒരു ടൂറൊക്കെ പോവുകയാണെങ്കിൽ ഇതിനേക്കാളും കൂടുതൽ മൈലേജ് കിട്ടാവുന്നതാണ്.
ഈ വണ്ടിയുടെ എക്സ് ഷോറൂം പ്രൈസ് എന്ന് പറയുന്നത് 1,67,000 രൂപയാണ്. പക്ഷേ ഓൺ റോഡ് വരുമ്പോഴേക്കും 1,90,000 വരെ വരാം. അപ്പോൾ ഒരു ഡ്യൂക്ക് 250 വെച്ച് നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരേ പവർ ഡെലിവറിയാണ് ഈ 2 വണ്ടിക്ക്. അപ്പോൾ ഡ്യൂക്ക് 250ക്ക് ഏകദേശം 2.5 ലക്ഷത്തോളം വരും. അത് വെച്ച് നോക്കിക്കഴിഞ്ഞാൽ ഈ വണ്ടി എടുക്കുന്നതാണ് ഏറ്റവും ലാഭം. ഇപ്പോൾ ഷോറൂം തിരിച്ചെത്തിയേക്കാണ്, വണ്ടി തിരിച്ചേൽപ്പിക്കുകയാണ്. അപ്പോൾ വണ്ടീനെക്കുറിച്ച് അത്യാവശ്യം ഡീറ്റെയിൽ ആയിട്ട് ഞാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഈ വണ്ടി എടുക്കാൻ താല്പര്യമുണ്ടെങ്കിൽ അങ്കമാലി സൈഡിലുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ, ഇപ്പോൾ അങ്കമാലി സൈഡിലെ ഈ കരിയാമ്പറമ്പ് ഭാഗത്തുള്ള ബജാജ് ഷോറൂമിൽ വന്ന് വണ്ടിയുടെ ഡീറ്റെയിൽസും കാര്യങ്ങളും അന്വേഷിക്കാവുന്നതാണ്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ചാനൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, അതുപോലെ തന്നെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഇനിയും കുറേ വണ്ടികളുടെ റിവ്യൂസുകളും അതുപോലെ തന്നെ ട്രാവൽ വ്ലോഗുമായിട്ട് ഞാൻ ഇനിയും വരുന്നതായിരിക്കും. അപ്പോൾ അടുത്ത വീഡിയോ വരുന്നത് വരെ പീസ് ഔട്ട്.